അച്ഛൻ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് നോർമലി നമ്മളെല്ലാവരും ഇപ്പൊ കേരളത്തിലുള്ള കുട്ടികള് പുറത്തേക്ക് പോയി പഠിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉള്ള സമയത്ത് ഡൽഹി പഠിച്ചു വളർന്ന ഒരാള് കേരളത്തിലേക്ക് പഠിക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 12ാം ക്ലാസ്സിൽ തോറ്റുകൊണ്ട് അതെനിക്കറിയില്ലായിരുന്നു. സാരമില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അതിനെന്താ തോക്കുന്നൊരു തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണല്ലോ. അപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത്. ഒരു സൈഡിൽ അച്ഛൻ, ഒരു സൈഡ് അമ്മ, പിന്നെ ചേട്ടൻ. അങ്ങനത്തെ 5-6 ലെയർ ക്രോസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കുർത്തിക്കേട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഹോസ്റ്റലിൽ പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാ. അപ്പൊ ഇതും കൂടെ സംഭവിച്ചപ്പോ അവര് ലൈക്ക് അവർക്ക് സേഫ് ആയി തോന്നിയ സ്ഥലമാണ് കേരളം. പക്ഷെ അവർക്കറിയില്ലല്ലോ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. എനിക്കറിയാം, ആങ്കർ ആയിട്ടാണല്ലോ നമ്മളെയൊക്കെ പോലെ കാര്യം പറയാം യെസ് എന്നുള്ള ചാനൽ അല്ലെ, നല്ല ചട്ടമ്പി ആയിരുന്നു. ഒരു വ്യത്യാസമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചു ഇപ്പം നമ്മുടെ ഈ ഐഡന്റിറ്റി ആയിട്ട് ഇറങ്ങും നോക്കി ഇരിക്കുമ്പോ അയ്യോ ഭയങ്കര മാറി, ഭയങ്കര കോയറ്റാന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നില്ല. ഒരു വ്യത്യാസമില്ല. സെറ്റിലല്ല, കണ്ടിറങ്ങുമ്പോ ഞാൻ വിചാരിച്ചു അയ്യോ പഴയ, കാരണം എനിക്കറിയാം നമ്മൾ ഈ ആങ്കേഴ്സ് ആകുമ്പോൾ നമ്മളിപ്പോ ഇത്രയും വർഷം എടുത്തെങ്കിൽ നമുക്ക് അറിയാലോ. അപ്പൊ കുറെ ഇങ്ങനെ ചട്ടമ്പിയാർന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഭയങ്കര കോയറ്റായി പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ല, വെറും തെറ്റിദ്ധാരണയാണെന്ന്. ഞാനത് എന്റെ ചേട്ടൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് പുതിയതായിട്ട്. റീഡ് ദ റൂം. എന്റെ സെൻസ് ഒരു സ്ഥലത്ത് എത്തുമെങ്കിൽ ആ സ്ഥലത്തെ എൻവയറമെന്റ് എന്താണ്, അവിടെ നമ്മൾ ചാടി സംസാരിക്കാനും അടിച്ചു പൊളിക്കാനും പോവാതെ ടേക്ക് 5 minutes ടു അണ്ടർസ്റ്റാൻഡ് അവിടെ എന്താ സംഭവിക്കുക. പിന്നെ യുനോ അപ്പൊ ആൻഡ് മോർ ഓവർ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു. നോട്ട് പടത്തിന്റെ അതിനെക്കാളും കൂടുതൽ പുറത്തിറങ്ങി whatever said, 10 വർഷമായി ഈ മീഡിയ ഇങ്ങനെ നമ്മള് പൊതിയുന്നത്. അപ്പൊ ഞാൻ ഈ ഏതോ സൂയിൽ ആനിമൽ കേജ് കടന്നു ചുറ്റും. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഞാൻ വല്ല ആക്ഷൻ. അപ്പൊ ആ ഒരു ഷോക്കിലായിരുന്നു. എന്താ വെച്ചാൽ 10 വർഷം മുന്നേ ഇങ്ങനൊരു ഇങ്ങനത്തെ ഇത്രയും മീഡിയാസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരവോ ഇല്ലായിരുന്നില്ല. നമ്മൾ തിയേറ്ററിൽ നിന്ന് വീട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നു. അതെ, അത് ഇത്രയും ഇന്റർവ്യൂസും ഇല്ല അന്നൊക്കെ. അന്ന് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ഓടി കോട്ടയം ഓടി ആർട്ടിസ്റ്റ് ആയിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്ത് അതെ ഒരു ദിവസം 15 ഇന്റർവ്യൂസ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പം ഒരു ദിവസം തന്നെ ഇത്രയും ഇന്റർവ്യൂസ് കൊടുക്കുന്ന ഈ ആദ്യമായിട്ടായിരിക്കും. ഇപ്പത്തെ അവസാനം പൊതുവെ സ്റ്റാർട്ടിംഗ് ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ മര്യാദ കൊടുക്കും. പിന്നെ ഡ്രഗ്ഡ് ആയിട്ട് തോന്നുന്നു നമ്മളിങ്ങനെ. ഞാൻ പല പ്രാവശ്യം ഓർക്കും ഇനി ഇന്റർവ്യൂ അവരോട് പറയണോ ഞങ്ങളൊന്നും അടിച്ചിട്ടല്ല ഇരിക്കില്ല. ബിക്കോസ് ഞങ്ങള് ഭയങ്കര അടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു ഇന്റർവ്യൂലൊക്കെ ചിരിക്കുകയാണ്, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ പിന്നീട് ആലോചിച്ചു ഇത് പുറത്തു വരുമ്പോ. അപ്പൊ ഷൈൻ ടോമിനൊക്കെ ഞാൻ കുറ്റം പറയില്ല. എത്രയും ഇന്റർവ്യൂസ് ഒരു ദിവസം എടുക്കുന്നുണ്ട്. ഏത് നോർമൽ വ്യക്തിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യനും പുതിയതായിട്ട് വരുന്നില്ല. ഞാൻ ചില സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞിട്ടോ പറയാ ചെയ്യണേ.